നമസ്കാരം. മിനാൽ 14 രാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിനാൽ 14 രാവ് സീസൺ 3യുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അതുല്യ പ്രതിഭകളുടെ അനശ്വര ഗാനങ്ങളാണ് നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും ഇവിടെ പാടുന്നത്. ഇന്നത്തെ കോമ്പറ്റീഷൻ നമുക്ക് ആരംഭിക്കാം. അതിനു മുന്നേ നമുക്ക് സ്വാഗതം ചെയ്യണം നമ്മുടെ വെരി സ്പെഷ്യൽ ഗസ്റ്റ് വിദ്യാധരൻ മാസ്റ്റർ. മാഷേ സ്വാഗതം. ഇനി നമ്മുടെ പെർമനന്റ് ജഡ്ജിംഗ് പാനൽ അവരെ നമുക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം റേണത്ത, ഷാൻ റഹ്മാൻ ആൻഡ് ഫൈസൽ അലേറ്റി. നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റേജിൽ മത്സരിക്കുന്ന 18 കണ്ടസ്റ്റൻസിനെയും ഒരുപാട് ബാക്കപ്പ് നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമ്മുടെ കോമ്പറ്റീഷൻ ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ 18 കണ്ടസ്റ്റൻസിൽ നിന്നും ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി ഈ വേദിയിലേക്ക് പാടാൻ എത്തുന്നു ഷേജ. ഹായ് ഷേജ. ഹായ്. നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലത്. നല്ല വിശേഷം. ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞില്ല, എങ്ങനെ ഉണ്ടായിരുന്നു? മാർക്സ് ഒക്കെ കുഴപ്പമില്ല, കുറച്ച് കുറവാണല്ലേ. എന്തായാലും ആ ഒരു കുറവൊക്കെ നികത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ തുടക്കം കുറിക്കാൻ പോകുന്ന ഏത് പാട്ടിലാണ്? കടലും മലയും വിയൻകുട്ടി മാഷ്. ഓക്കെ മാഷേ, എന്തിനാ പഠിക്കുന്നത്? ഞാൻ +2 കഴിഞ്ഞു. CTTP കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. വെരി ഗുഡ്. പ്രോഗ്രാമിന് പോകാറുണ്ടോ? ആ, ചെറുതായിട്ട്. നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഈ കുട്ടി മാഷ പാട്ട് വളരെ ഒരുപാട് പാട്ടുകൾ മാഷയുണ്ട്, കുറേ ആൾക്കാർ പാടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പാടാൻ ശ്രമിക്കുക, നന്നായിട്ട് പാടും അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. അപ്പോൾ ഷേജ, ഫസ്റ്റ് പെർഫോമൻസ് ആണ്, നല്ല ഉഷാറാക്കുക. ഓൾ ദി ബെസ്റ്റ്. നാട് കലയുടെ വെള്ളി ചിരങ്കയാണിഞ്ഞ
അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ഇവിടെ അവസാനിച്ചു. എങ്ങനെയുണ്ട് സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് തോന്നി. ഓക്കെ, എന്തായാലും നമുക്ക് കമൻസ് അറിയാം. യെസ് മാഷെ. സഹജ നന്നായി പാടി. ഇത് ഒരേപോലെ അതാണെങ്കിൽ തന്നെ ഒരുപാട് ഓർമ്മ വെച്ച് ഇത് മുഴുവൻ പറയണ്ടേ. ഇത് പാണാപ്പാടം പഠിച്ചത് മുഴുവൻ തെറ്റാതെ പാടുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത്രയും വരികൾ അത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ തെറ്റാതെ ഓർമ്മ വെച്ച് കൃത്യമായിട്ട് പാടി. അത് പാട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ചില നിസ്സാരമായ ചില കാര്യങ്ങൾ അത് ഈ സ്പീഡിൽ വരുമ്പോഴേ അതിൻ്റെ ചിലതൊക്കെ തെറ്റി കൃത്യമായിട്ട് വേണ്ട സ്ഥലത്ത് വീഴാതെ എന്നാലും നിനക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് മുഖ്യം. നന്നായിട്ട് പാടാനുള്ള ഞാൻ തകർക്കും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നിന്ന് പാടുന്നത്. അപ്പം അതിലുണ്ടാകുന്ന നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഈ ഇങ്ങനൊരു പാട്ടായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചൊന്നും വരില്ല. എന്തായാലും തെറ്റാതെ ഈ കണ്ട മാറ്റർ അതിൽ പറഞ്ഞിട്ടുണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും വളരെ നന്നായി. അത് നന്നായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഏട്ടാ ഇനി പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പാടുക. ഇത്തരം പാട്ടുകളല്ലാണ്ട് വേറെയും പാടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷെ. രണത്ത, ശരിക്ക് ഇടയ്ക്ക് പാടി വരുമ്പോൾ ഒരു എന്താ പറയുക, പ്രോഗ്രാമിനൊക്കെ പാടുന്ന പോലെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നൊരു മത്സരമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് വെക്കണമുണ്ട് അല്ലേ? അപ്പം ഞാൻ ആലോചിക്കുക, അപ്പോൾ ഇതൊരു പ്രോഗ്രാമാണെങ്കിൽ എനിക്ക് തോന്നണം ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി അല്ലേ? ഏകദേശം ഇവിടേക്കൊക്കെ വന്നിട്ടുണ്ടാവില്ലേ ഷാജ? കാരണം എനിക്കിങ്ങനെ തോന്നി, ഇങ്ങനെ പിടിച്ച് ആദ്യം തന്നെ മൈക്കുമെന്നാണ് അത് തുടങ്ങിയത്. മൈക്കിൽ കൈ ഇങ്ങനെ വന്നു. അപ്പോൾ ആ കൈ ഇനിയിപ്പോൾ കൂടുതൽ ആക്ഷൻ പോവുക വെച്ച് 2 കൈ കൊണ്ട് കൂട്ടിയാണ് പിടിച്ചു. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ മറ്റേ കൈയിലോട്ടായി ഇല്ലേ? അത് തൊട്ട് ഞാൻ ശ്രദ്ധിക്കണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ലൈവിലോട്ടായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലോ വേണ്ട അല്ലേ? സത്യമല്ലേ പറയണേ? എന്നാലും നല്ലൊരു ഒരുപാട് ലെങ്ത് ഉണ്ട് കേട്ടോ ഈ അല്ലേ? ഒരുപാട് വരികളുണ്ട്. ഫസ്റ്റ് ഉടനെ ജുമൈലത്തിൻ്റെ അല്ലേ ആ ഒരു അതെ ആ ഫസ്റ്റ് മാത്രം, പിന്നെ മുറുക്കം മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു പാട്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു പാട്ട് അല്ലേ? പിന്നെ ഇനിയിപ്പം ഷാജ ഇപ്പം ഈ ഒരു സോങ്ങിൽ നമ്മളിപ്പം നേരത്തെ മാഷ് പറഞ്ഞില്ലേ ആ ഒരു സ്പീഡും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ മിസ്റ്റേക്കുകൾ വന്നാലും ആ ഒരു സ്പീഡിൽ അങ്ങനെ പോകുന്ന മാഷ് പറഞ്ഞു. മാഷ് അത് കറക്റ്റാണത്. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് പാട്ടുകൾ സംഗതിയുള്ള പാട്ടുകളൊക്കെ വരുമ്പോൾ നന്നായിട്ട് തന്നെ സംഗതികളും അതിൽ കറക്റ്റ് നമ്മൾ പാടുന്നത് കറക്റ്റായിട്ട് തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി വരുന്ന പാട്ടുകളൊക്കെ സോങ് സെലക്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, താങ്ക് യു രണത്ത. ഷാൻസോ? ഷാജ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇറങ്ങി അങ്ങ് പോയി. നല്ലൊരു ഓളം ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഈ പ്ലാൻസിൻ്റെ കൂടെ വരുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. ഓവറോൾ നോക്കുമ്പോഴാണെങ്കിലും ഒരു ഓളം പെർഫോമൻസ് ആയിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ? അപ്പം ഇനി അടുത്ത പെർഫോമൻസിൽ ഇതിലും നന്നായിട്ട്, ഇത് നല്ലതല്ല എന്നല്ല, ഇത് നല്ലതാണ്, ഇതിലും നന്നായിട്ട് അടുത്ത പെർഫോമൻസ് ഒക്കെ ശ്രദ്ധിച്ച് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ. ഫൈസൽ മാഷെ? എനിക്ക് തോന്നിയത് ഈ ഒരു ഓണാഘോഷത്തിലൊക്കെ മതസൗഹാർദ്ദ ഗാനങ്ങളൊക്കെ വിയൻകുട്ടി മാഷൊക്കെ പാടാറുണ്ട്. അദ്ദേഹം ഈ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ഒരു മൂഡിലൊരു പാട്ട് പാടുന്നത് പോലെ. ഓണത്തിന് എല്ലാ പരിപാടിയുടെ കൂട്ടത്തിൽ മാപ്പിളപ്പാട്ടും ഉണ്ടാവും, ടൂറിസം വാരാഘോഷത്തിൻ്റെ പരിപാടിക്കൊക്കെ. അങ്ങനെ അതാണ് രാമകൃഷ്ണേട്ടനും ജോയിട്ടനൊക്കെ അറിയാതെ. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടൊരു പാട്ടാണിത്. കേരളത്തെക്കുറിച്ച്, മതസൗഹാർദ്ദത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്ന പാട്ടാണിത്. ഇത് എല്ലാ സദസ്സിലും പറ്റും ഈ പാട്ട്. അങ്ങനെയുള്ളൊരു ഗുണം ഈ പാട്ടിനുണ്ട്. ഒരു മാനവ മൈത്രിയെക്കുറിച്ച് പറയുന്ന ഒരു പാട്ട്. കുട്ടിമാഷ് തന്നെയാണ് ഇത് എഴുതിയതും, കുട്ടിമാഷ് തന്നെയാണ് ഇത് ട്യൂൺ ചെയ്തതും. ഞാനതിൻ്റെ ഇടയ്ക്ക് ജോയിനോട് ചോദിച്ചു, ഇതിനിടയ്ക്ക് കഥകളി ഇപ്പം എന്ന് പറയുമ്പം കഥകളിയുടെ ഒരു മൂടൊക്കെ ഇവിടെ സൃഷ്ടിക്കുക, ഓർക്കസ്ട്ര ഉണ്ട്. അതിവിടെ ഈ കുട്ടിമാഷ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ പിന്നെ കളരിപ്പാറ്റ് എന്ന് പറയുമ്പോൾ കളരിപ്പാറ്റിൻ്റെ വായ്ത്താരിയൊക്കെ പറയും ഈ പാട്ടിൽ. അങ്ങനെ ഒറിജിനലുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്നാൽ പിന്നെ അത് ചെയ്തുകൂടായിരുന്നോ? അതെന്താ വെച്ചാൽ ആദ്യമുള്ള ആ കേസറ്റിലായിരുന്നു. അപ്പം അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടി. കേസറ്റ് കിട്ടാനാ? നെറ്റിലൊന്നും അതില്ല. ഏതായാലും മോള് ഈ പാട്ട് പാടിയതൊക്കെ ഈ പാട്ടിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പെർഫോമൻസിൽ ഇങ്ങനെ
അതിനുള്ളൊരു ടെൻഡൻസി അങ്ങനെ തന്നെ അങ്ങനെ അതുള്ളത് കൊണ്ട് ചില വിഷയം പാട്ടിനെ ബാധിക്കുന്നുണ്ട്. ചില സമയത്ത് പാട്ടിനെ ബാധിക്കും, അത് ശ്രദ്ധിക്കണം. മത്സരമാണ്, പരീക്ഷണങ്ങൾക്കുള്ള സമയം നമുക്കില്ല. പരീക്ഷണങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അതിനുള്ള സമയവും നമുക്ക് വേണം. കാരണം അപ്പോഴേക്കും മത്സരം നമ്മൾ കൈവിട്ട് പോകും. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മാഡം. താങ്ക് യു ഫൈസൽ മാഷെ. ഷേജ, അപ്പോൾ കമൻസ് ഒക്കെ അറിഞ്ഞു, ഇനി നമുക്ക് മാർക്സ് അറിയണം. നമ്മുടെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലെ ഒരു ഫസ്റ്റ് മാർക്സാണ് നമ്മൾ അറിയാൻ പോകുന്നത്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എല്ലാവർക്കും എന്താ പറയുക, ഭയങ്കര മത്സരം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷേജക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവരും ബെറ്റർ പെർഫോമൻസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. രണത്ത 25.5. താങ്ക് യു. 25.5 on 30. താങ്ക് യു രണത്ത. ഷാൻസ 25. 25 on 30. ഫൈസൽ മാഷെ 25. 25. അങ്ങനെ നമ്മുടെ 3 ജഡ്ജസ് മാർക്ക് തന്നു കഴിഞ്ഞു. കുഴപ്പമില്ലല്ലോ. ഇനി ഔട്ട് ഓഫ് 10 എത്ര ലഭിക്കും നോക്കാം. മാഷെ 7 on 10. Thank you, Mashe. So, Shaiza, your grand total is 82.5 out of 100. Shaiza, comparatively കുറച്ച് കുറവാണ്. എന്തായാലും ട്രൈ ഹാർഡ് ഫോർ ദ നെക്സ്റ്റ് 2 പെർഫോമൻസ്. ഇനി 2 ചാൻസുകൾ കൂടെ ഉള്ളൂ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരു ബ്രേക്കിലേക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. ഓൺ മിനാർ 14 രാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ബ്രേക്ക്. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപനുമർ ഖലീഫ തന്റെ ചരിതം ഈണത്തിൽ പാടിടാം ഞങ്ങൾ സഹോദരി, കേട്ടിടുക ശകലം.